ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വീക്കെൻഡിൽ എടുത്തൊരു വ്ളോഗാണ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. നല്ല നീല ആകാശമായിരുന്നു. ഞാൻ കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. കുട്ടികളൊക്കെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഓണമൊക്കെ കഴിഞ്ഞു. അപ്പം ഓണത്തിന് നമ്മൾ മേടിച്ച വാഴയില ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. എന്നിരുന്നാലും എനിക്ക് ഇന്നാണ് സമയം കിട്ടിയത്. അപ്പം ഞാൻ ആദ്യമായിട്ട് മീൻ വറുത്തെടുക്കുന്നുണ്ട്. തൊലിയോട് കൂടിയാണ് ഞാൻ വറുക്കാനായിട്ട് എടുത്തത്. ഇത് സാൽമൺ എന്ന് പറഞ്ഞ ഫിഷാണ്. ഇതിന് നല്ല നെയ്യുള്ളൊരു മീനാണ്. ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പാണ്. ഇത് മാത്രം ചേർത്തൊന്ന് വറുത്തെടുത്തു. പിന്നെ മെഴുക്കുവരട്ടി, വാഴയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഇത് ഞാൻ ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും റെഡി. പിന്നെ നല്ലൊരു ചമ്മന്തി, കാന്താരിയും ഇഞ്ചിയും കുറച്ച് കുഞ്ഞുള്ളിയും പുളിയും കൂടി എടുത്തിട്ടുണ്ട്. കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പയറൊന്ന് വേവിക്കാൻ വെച്ചു. ഉപ്പ് മാത്രം ഇട്ടാണ് വേവിച്ചത്. കുക്കറിൽ വെച്ച് വേവിച്ചില്ല. അതിനുശേഷം കടുക് വറുത്ത് ഒരു പച്ചമുളക് ഇട്ടുള്ളൂ. പിന്നെ കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. അതിനുശേഷം തേങ്ങയാണ് ചേർത്തത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പയറും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ പയർ തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതിച്ചോറിലെ ഘടകമായിട്ടുള്ള മുട്ട പൊരിച്ചതാണ്. മുട്ട പൊരിച്ചതിനകത്ത് ഞാൻ കുറച്ച് തേങ്ങയും കുഞ്ഞുള്ളിയും പച്ചമുളകും ഉപ്പും കുരുമുളകുമാണ് ഇട്ടത്. നമ്മുടെ സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ചാറുകൾ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ വാടിയ വാഴയിലാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. എന്നാലും ഞാനത് ഒന്നും കൂടി വാട്ടിയെടുത്തു ഇത് കെട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ ചൂട് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചമ്മന്തി, മെഴുക്ക് പുരട്ടി, തോരൻ, മീൻ വറുത്തതും പിന്നെ അച്ചാറായിട്ട് വെട്ടുമാങ്ങ അച്ചാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം മാങ്ങയാണ്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി അച്ചാറും കൂടി ചേർത്ത് വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മുട്ട പൊരിച്ചുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം പൊതി കെട്ടുവാണ്. എൻ്റെ കയ്യിൽ ന്യൂസ് പേപ്പർ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിലാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഞാൻ പൊതിയൊക്കെ കെട്ടി കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല സ്മെല്ലൊക്കെ. പൊതിച്ചോറൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ നല്ല രുചി തോന്നുന്നത്. ഇനി ഈവനിങ് ആയപ്പോൾ നമ്മൾ മാംഗോ ലസ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും കൂടി കുടിച്ചു. ഇന്ന് എല്ലാവർക്കും അവധിയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈവനിങ് നമ്മൾ കസിൻസിൻ്റെ ഒക്കെ ഒന്ന് വീട്ടിൽ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിലും അവിടെയും നമ്മുടെ ഏത്തയ്ക്കാപ്പം, കപ്പ, ഉണക്കമീൻ, അങ്ങനെ ഫുഡിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് ആകെ മൊത്തം ഫുള്ള് നല്ല ഹെവി ആയിട്ട് ഉള്ള ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രാത്രിയായപ്പോൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷോപ്പിങ്ങും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ വളരെ ബിസി ആയിട്ട് എന്നാൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തൊരു ഡേയും കൂടെ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.